വീട്ടിലെത്തി കുരയ്ക്കുന്നോ? ഫിൽറ്റർ കാര്യങ്ങളെന്തോ സർവീസ് വരുമെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും അവിടെ കൊണ്ടുകൊടുത്ത് നോക്കാം. ഒരു ആക്രി ഉറക്കിയിട്ടിരിക്കും പോലെ ഒരു വണ്ടി ഇറങ്ങുന്നത് ഒരു രക്ഷയില്ല, പൊളിഞ്ഞൊരു പരുവായിരിക്കും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗിലേക്ക് പോകാം കേട്ടോ. സമയം വന്നിട്ട് 9 മണി കഴിഞ്ഞു. അതായത് എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. എന്തായിരുന്നാലും നമുക്ക് ഡെയിലി വ്ളോഗിലേക്ക് പോകാം. ശരി എന്നാൽ ഗൈസിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കുക ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ. രാവിലെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് നടക്കുക ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ. റൂബി അവിടെ അവിടെ ഗൈസ് അങ്ങനെ റൂബി എന്ന് വന്നിട്ട് ഏകദേശം 4 ദിവസമായി കേട്ടോ വീട്ടിൽ വന്നിട്ട്. രാവിലത്തെ പരിപാടികൾ ഓക്കെ ഗൈസ്. ഇങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് ആശാനെ ഇന്ന് പറഞ്ഞു വിടും. അതുകൊണ്ട് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. പൊളിയാണ് ആശാൻ. അങ്ങോട്ടില്ല ഇങ്ങോട്ടും വീട് മാറി കമാ. അയ്യോ, പക്ഷേ ഇത് കഴിക്കാനൊക്കെ ഇച്ചിരി മടിയാണ് കേട്ടോ. നമ്മൾ തടവി കൊടുത്ത് കെയർ ചെയ്താൽ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ കുഴപ്പമുണ്ട് അവിടെ. എന്തായിരുന്നു കൊള്ളാം, പൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഇതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാനൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ ജോഗിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്, തുള്ളി കളിക്കട്ടെ ഗൈസ്. പിന്നെ വന്നിട്ട് എൻ്റെ വണ്ടി പഞ്ചറായ കേട്ടോ. സംഭവം ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് പഞ്ചറായ കേട്ടോ. ഇന്ന് നമുക്ക് ഇതിനൊന്ന് പഞ്ചർ ഒട്ടിക്കണം. എന്നാൽ മാത്രമേ എനിക്കൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും. ജസ്റ്റ് ഒരു കല്യാണത്തിന് പോകണം, ജസ്റ്റ് ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പഞ്ചർ ഒട്ടിക്കണം. അപ്പോൾ വണ്ടി ഒന്ന് തള്ളിക്കൊണ്ടാണ് പോകാൻ. അതിന് മുന്നേ എനിക്കൊന്ന് ഫ്രഷ് ആവണം, പല്ലൊക്കെ തേക്കണം, ജസ്റ്റ് ഒന്ന് കുളിക്കണം, ഫുഡൊക്കെ കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് വരാം. ശരിയെന്നാൽ ഗൈസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വണ്ടി പഞ്ചർ ഒട്ടിക്കാൻ കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് ബാക്കി പരിപാടി സെറ്റാക്കാം. ഓക്കെ, പോയിട്ട് ഗൈസ് ഇങ്ങനെ മുതലാളി കൈമാറുന്നു. എൻ്റെ വീട്ടിലെത്തി കുരയ്ക്കുന്നോ? മക്കളെ പിന്നെ വരാം. എല്ലാരെയും രണ്ടിടത്ത് ഭയങ്കര പേടി. അടുത്തൊന്നും പോകില്ല, അടുത്ത് പോകില്ല. ഇത് അതിൻ്റെ അടുത്തും പോകില്ല, ഇതിൻ്റെ അടുത്തും പോകില്ല. കേസിങ്ങനെ പഞ്ചറടിക്കാൻ ഇറങ്ങാൻ നേരത്ത് റൂബിയെ കൊണ്ടുപോകാൻ വേണ്ടി റൂബിയുടെ മുതലാളി വന്നു കേട്ടോ. അപ്പോൾ അതിനെ എത്ര ആക്കിയിട്ട് നമുക്കിനി പഞ്ചറൊട്ടിക്കാൻ പോവാം. ചെറിയ ഡിലേ വന്നു. ഓക്കെ, ശരി എന്നാൽ പോയിട്ട് കേസ് ഇതായിരുന്നു പഞ്ചർ ഊട്ടൻ. പോകാമോ പഞ്ചറൊട്ടിക്കാൻ പോകാമോ? നമുക്ക് പൂട്ടാം കേസ്. ഇത് അതെ ട്യൂബ്ലെസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകാം കേട്ടോ. ഇതായിരുന്നാലും ജസ്റ്റ് ഒന്ന് പതുക്കെ ഓടിച്ച് പോകാം. അടുത്ത് തന്നെ, ഇവിടെ കുറച്ചടുത്താണ്. ഇതിവിടെ മാത്രമേ കാണാൻ പറ്റൂ കേട്ടോ. ഗൈസ് അങ്ങനെ പഞ്ചറൊട്ടിക്കാൻ വന്നപ്പോഴേ പഞ്ചർ അവിടെ അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയാണ്. കയറിയിട്ട് തിരിച്ച് വണ്ടി എന്തായാലും പഞ്ചറൊട്ടിക്കുന്ന കടയിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ പരിപാടിയുണ്ട്, വീട്ടിൽ ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന് പോകണം. കല്യാണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ചെറുക്കൻ നമ്മളെ V3 ആണല്ലോ, V3 നമുക്കൊന്ന് സർവീസിന് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം നോക്കാം. ഇപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് അവിടെ പഞ്ചറൊട്ടിക്കുന്ന കട തുറന്ന് കേട്ടോ. ചെറുക്കൻ ഇവിടെ പോയിരിക്കുകയായിരുന്നു, ചെറിയ ലേറ്റായിട്ടാണ് തുറന്നത്. അപ്പോൾ പഞ്ചറൊട്ടിക്കാൻ പോകാം. എവിടാ പോയിരുന്നേ? നേരത്തെ വന്നപ്പോൾ കണ്ടില്ലായിരുന്നു. കേസങ്ങനെ സാധനം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം പഞ്ചറൊട്ടിച്ചാൽ മാത്രം മതി. പഞ്ചറൊട്ടിക്കുമോ? ഒട്ടിക്കുമോ? ബാക്ക് പഞ്ചറാടാ, ഒട്ടിക്കുമോ? ചെറിയ വ്ളോഗാണ്. കേസിങ്ങനെ പഞ്ചറൊട്ടിക്കാൻ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് പോയിട്ട് വരാം. മുടിഞ്ഞ വെയിലാണ് കേസ്, മുടിഞ്ഞ വെയിലാണ്. കേസിങ്ങനെ പഞ്ചറൊട്ടിക്കാൻ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. നടന്നു പോയിട്ട് വീട്ടിൽ ചെറിയ പരിപാടികൾ, മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഫീഡിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് തിരിച്ചൊരു കല്യാണത്തിന് പോകണം. അത് പോയിട്ട് പിന്നെ നമ്മുടെ V3ക്ക് നമുക്ക് സർവീസിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെയും കൂട്ടി സർവീസിന് പോകണം. ഗൈസ് ഇങ്ങനെ കുളിച്ചൊരുങ്ങി സെറ്റായി കേട്ടോ. സെറ്റായി ഇനി കല്യാണത്തിന് പോകണം. കല്യാണത്തിന് കഴിച്ചും കൊണ്ട് വണ്ടി സർവീസിനുണ്ട്. സർവീസ് എന്തോ എന്നാലും ഒരു 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുവരെ വിശന്നിരിക്കണ്ടേ, അതുകൊണ്ട് ഓക്കെ കല്യാണത്തിനൊക്കെ പോയി വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് കല്യാണത്തിന് പോകാം. ഗൈസ് ഈ വണ്ടിയാണ് സർവീസിന് എടുക്കുന്നത് കേട്ടോ. ഇത് 21 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ സർവീസ് പിന്നെ വന്നിട്ട് ഫിൽറ്റർ കാര്യങ്ങളെന്തോ സർവീസ് വരുമെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും അവിടെ കൊണ്ടുകൊടുത്ത്
നോക്കാം. ഇങ്ങനെ പഞ്ചറൊക്കെ ഓടിച്ച് ചേട്ടാ സെറ്റായിട്ടുണ്ട്. ടയർ കഴുകിയെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. അപ്പോൾ ഇന്ന് എന്തായാലും ട്രിപ്പൊക്കെ തീർന്നിട്ടുണ്ട്. മാക്സിമം കുറച്ച് ഓടുന്ന അത്രയും ഓടട്ടെ, ബാക്കി സെറ്റാക്കാം. പഞ്ചർ എവിടെയാണോ പഞ്ചർ തന്നെയായി കേസ്. ഇങ്ങനെ പഞ്ചറൊക്കെ കൂടി സെറ്റാക്കി കേട്ടോ. സംഭവം സൈഡിൽ എന്തോ ലീക്ക് കാര്യങ്ങൾ എന്തോ ആയിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. പഞ്ചറല്ല, ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വണ്ടി വന്നിട്ട് കഴുകിയിട്ട് കുറേ ദിവസമായിട്ടോ. സമയം കിട്ടുകയാണ് ഇന്ന് കഴുകാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് മഴയൊക്കെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകി സെറ്റാക്കണം. കുറേ ദിവസമായിട്ട് കഴുകി ഒന്ന് സെറ്റാക്കിയിട്ട് ഫുള്ള് കച്ചറ പൊടിയാണ്, ഫുള്ള് പൊടിയാണ് കേട്ടോ. ഒരു സമയം കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കല്യാണത്തിനൊന്ന് പോയി വല്ല കഴിച്ചിട്ട് വരാം കേട്ടോ. കല്യാണത്തിന് പോകാൻ മറ്റേ വണ്ടിയിൽ പോകാം. V3 പോയി കല്യാണത്തിന് പോയി കഴിച്ചിട്ടൊക്കെ വന്നിട്ട് V3 സർവീസിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കല്യാണത്തിന് പോയിട്ട് കാണാം. ശരിയെന്നാ ആടാ കളനെ പോലെ പോണോ നോക്കിയേ. അർമീനിയക്കാരൻ കല്യാണത്തിന് വന്നിട്ട് ഫോട്ടോഷൂട്ട് ഫുള്ള് ഇതുവരെ മതിയാക്കി. ഇന്നലെ തൊട്ട് തുടങ്ങിയാണ് കേസ്. ഇങ്ങനെ കല്യാണത്തിന് വന്നിട്ട് ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് പള്ളിയിലെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ കേസ്. പിന്നെ എന്തായിരുന്നാലും കഴിക്കാതെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. കേസിനെ കല്യാണത്തിനൊക്കെ പോയി കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് വണ്ടി സർവീസിന് കൊടുക്കാം. അപ്പോൾ ചെറുക്കനെ വിളിച്ചുകൊണ്ട് നമുക്ക് പോകാം. ഓക്കെ എന്നാൽ ശരിയെന്നാ. കേസിങ്ങനെ സർവീസിനുണ്ടെന്ന് കേട്ടോ. സെറ്റാക്കാം. കേസ് ആശാൻ്റെ വണ്ടിയാണ് കേട്ടോ. ആശാൻ്റെ വണ്ടി സർവീസിനെത്തി. ഇത് ഏകദേശം 5ാമത്തെ 6ാമത്തെ സർവീസാണ്. എന്തായിരുന്നാലും ഇവിടെ എന്തോന്നാലും 1 മണിക്കൂർ 2 മണിക്കൂറുടെ പോസ്റ്റാണ്. അതുവരെ നമുക്കിവിടെ വെയിലൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാം അല്ലേ? അതെ പുള്ളി തന്നെ കേട്ടോ വെയിലത്തിരിക്കുന്നതാണ്. അതൊക്കെ കിട്ടില്ല കേട്ടോ. സ്റ്റിക്കർ നോക്കിയേ, ആശാൻ്റെ കലാവിരുദ്ധമാണ്. ഇങ്ങനെ സർവീസിന് വന്നപ്പോഴാണ് ഒരു ആക്രി ഉറക്കിയിട്ടിരിക്കും പോലെ ഒരു വണ്ടി കളയുന്നത്. ഒരു രക്ഷയില്ല, പൊളിഞ്ഞൊരു പരുവായിരിക്കുകയാണ്. ഇത് കാണുമ്പോഴാണ് വണ്ടി പതുക്കെ ഓട്ടിക്കണം പറഞ്ഞു കേട്ടോ. ഇതിനടുത്താണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, മര്യാദയ്ക്ക് ഓട്ടിക്കണം. വാവളെന്താ ഇതെന്തിനാ ഇതെന്ത് ഇങ്ങനെ വണ്ടി അകത്തോട്ട് കയറ്റുന്നു. പോയി പോയി റെഡിയായി വരൂ, കുളിച്ച് റെഡിയായി വരൂ. ഓക്കെ ബൈ. ഇരിക്കുന്ന വണ്ടി അടിപൊളി. വണ്ടിയുടെ ഫ്രണ്ടിലെന്തോ പേപ്പർ ചെയ്യുന്നു. അങ്ങനെ സർവീസിന് വന്ന് ഇവിടെ പോസ്റ്റായി ഉറക്കം വരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീക്കുക. അപ്പോഴെങ്കിലും സർവീസായി തോന്നുന്നു. ഓയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു പോസ്റ്റ്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് വരാം. എന്ത് പറയുന്നു? അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴേക്കും വണ്ടി സെറ്റായി കേട്ടോ. വണ്ടി സെറ്റായി ഇതാ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. സർവീസ് എല്ലാം കഴിഞ്ഞ് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഓയിൽ സർവീസ് പിന്നെ വാഷ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഓയിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി പൊടിയൊക്കെ പെട്ടെന്ന് കയറി വരും കേട്ടോ. ഫുൾ ഓയിലായിരിക്കുകയാണ്. എന്തായിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞ് തുടച്ചെടുക്കാം. സെറ്റ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി ഇവിടെ നിന്ന് ഓക്കെ പോകാം. ശരി എന്നാൽ ബൈ ബൈ. പറഞ്ഞില്ലേ ടാറ്റാ. അപ്പോൾ അവിടെ ക്യാഷിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പതുക്കെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി തിരിക്കാം. കേസിങ്ങനെ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വണ്ടിയെല്ലാം കൊടുത്തു വിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് സെറ്റായി ചുമ്മാ ഇരിക്കുകയായിരുന്നു. വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഫുട്ടേജ് കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്ത് എഡിറ്റിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സംഭവം വന്നിട്ട് അപ്പോൾ ഇത്രയുള്ള സംഭവം ഗൈസ്. അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ. ശരിയെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ശരിയെന്നാൽ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.